മുഖക്ക് ഇങ്ങനെ ഈറ്റ കാറ്റിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ചത്ത് കിടന്നാലും നമ്മൾ വായിനോട്ട് നമ്മുടെ വീക്ക്നെസ് ആണ് ഗായ്സ്. Come on, you can do it. എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും, ഒരു പ്രശ്നമില്ല. അപ്പൊ നീ ബാത്റൂമിൽ ലൈറ്റ് ഇടരുത്, മറ്റേ കുഞ്ഞു ലൈറ്റ് ഇട്ടാൽ മതി. ഹലോ, ബാത്റൂം പോയി കഴിഞ്ഞ് വന്നിട്ട് എന്നെ വിളിക്കുക, അപ്പൊ ഞാൻ എണീക്കും. ഓക്കെ, അല്ല ഞാൻ ഉറങ്ങുന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ്. നമ്മളിന്ന് ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ സമയം 6 മണിയായി. ജിമ്മി പോകണ്ടേ. ഇന്നൊരു ഹെൽത്തി ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ നന്നായി ഫുഡ് കഴിക്കുന്നു, കറക്റ്റായിട്ട് ജിമ്മിൽ പോകുന്നു, പിന്നെ എന്തൊക്കെയാണ് പരിപാടി, അങ്ങനെയുള്ള അല്ലറ ചില്ലറ പരിപാടികൾ. ഓക്കെ, അങ്ങനത്തെ ഒരു കുട്ടി ദിവസം. അപ്പോൾ ഇന്നത്താണ് ആ ദിവസം. അപ്പോൾ 6 മണിയായപ്പോൾ ഞാൻ എണീറ്റു. അവളെ ആദ്യം പറഞ്ഞു വിട്ടു ബാത്റൂമിലേക്ക്, സോ ദാറ്റ് എനിക്ക് കുറച്ചേരം കൂടെ കിടക്കാമല്ലോ. അപ്പം ഞാൻ അത് എണീക്കട്ടെ, എന്നിട്ട് പിന്നെ എല്ലാ പരിപാടികളും കാണിച്ചു തരുന്നതായിരിക്കും. ഗേൾസായിട്ട് 2 പേരുടെ അലാമൊക്കെ അടിച്ചു. കാലൊന്നും അനക്കാൻ മേല, അനങ്ങത്തില്ല. നോ ഓക്കെ ഗായ്സ്, കഴിഞ്ഞു രാവിലെ തന്നെ ഒരു മോട്ടിവേഷൻ. ടൈഗർ കാ ഹുക്കും ഒക്കെ കേട്ടോ നമ്മൾ എണീക്കുക. കേട്ടില്ലേ? സൗണ്ട് കൂട്ടി കുഴപ്പമില്ല. ഇതൊക്കെയാണ് നമ്മുടെ മോട്ടിവേഷൻ. ഓക്കെ, നമ്മൾ രാവിലെ എണീറ്റിട്ട് തന്നെ ഈ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എണീക്കും. ഇതാണ്. ഓക്കെ, ഇയർഫോൺസ് എടുക്കാൻ മറക്കണ്ട. ഓക്കെ, നമുക്ക് ഡ്രസ്സ് മാറാം. കണ്ട ഗൈസ്, എൻ്റെ പുതിയ ബോട്ടിലാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ രാവിലെ എണീറ്റ് ജിമ്മിൽ പോകുന്നതിന് വെള്ളം കുടിക്കാം കേട്ടോ. നമ്മൾ ഇച്ചിരി ലേറ്റ് അല്ല, ഇവക്ക് എന്നെക്കാട്ട് മുമ്പ് ക്ലാസ് ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഇറങ്ങണം, എന്നാലും നമുക്ക് തിരിച്ച് ക്ലാസ്സിന് മുമ്പായിട്ട് വരാൻ പറ്റും. അപ്പോൾ ബോട്ടിലേക്ക് എടുക്കുക. ആ ബോട്ടിൽ വൃത്തിയാക്കാനുള്ളതുകൊണ്ട് ഇന്നലെ മേടിച്ചുള്ളൂ, അപ്പോൾ കഴുകാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ആ ബോട്ടിൽ എടുക്കുന്നില്ല, ഈ ബോട്ടിലാണ് എടുക്കുന്നത്. ഓക്കെ ബായ്. ഇപ്പം ജിമ്മിൽ നിന്ന് ഇങ്ങനെയാണ് രാവിലെ എണീറ്റ് ജിമ്മിൽ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. മുഖക്ക് ഇങ്ങനെ ഈറ്റ കാറ്റിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ടെന്ന്. അതാണ് നമ്മുടെ ഒരു വൈബ്. ഓക്കെ, അതാണ് ഒരു പോസിറ്റീവ് വൈബ്. ഓക്കെ, പോട്ടെ. 6:30 ഗൈസ്, 6 കഴിഞ്ഞിട്ട് 6:30 ജിമ്മ്. ഓക്കെ, ഇനി ഒന്ന് ഒരു പെട്ടിലോട്ട് ഇറക്കി കുഴിയിലോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രപ്പത്തിയാകും. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വർക്കൗട്ട് സെഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? വയ്യ കാലൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നേഹ വീണു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇനി നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ 7:30 വരെ, 6:20 തൊട്ടിട്ട് 7:30 വരെ വർക്കൗട്ട് ചെയ്യണമെന്നായിരുന്നു ഓർത്തെ. പക്ഷെ ഇന്ന് 6:30 കഴിഞ്ഞു കയറിയപ്പം. അപ്പോൾ 7:30 ഇപ്പം 7:45. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഓടിപ്പോയിട്ട് കുളിച്ചിട്ട് ഇപ്പോൾ കോളേജിൽ പോകണം. അത് ഗൈസ്, ഞങ്ങളാണെങ്കിൽ ട്വിന്നിങ് ഒക്കെ ഇട്ടപ്പോൾ ഒരേ പോലത്തൊക്കെ ഇട്ടിട്ട് അപ്പം ഇഷ്ടപ്പെട്ടു. അപ്പം എന്നെ മോനെ അപ്പം ശരി. അങ്ങനെ നമ്മൾ ഇത് മറ്റേ മീശമാധവന്റെ പുരുഷു പോലെ ഉണ്ട്. പുരുഷനല്ല, ചെവിന്ന് ഇങ്ങനെ മുടിയൊക്കെ ഇട്ട്. അപ്പം ഞങ്ങളെത്തി തിരിച്ച്. എനിക്കാണെങ്കിൽ ഇവള് കുളിക്കാൻ കയറണം. അപ്പം എനിക്കാണെങ്കിൽ ഒരു അസൈൻമെന്റ് എഴുതിയിട്ട് ഞാൻ കുളിച്ചിട്ട് ഗൈസ് ഞാൻ കുളിക്കാറുണ്ട്. ഇനി എല്ലാവരും എന്നോടൊന്ന് ചോദിച്ചിട്ട് കുളിക്കുന്നത് കാണിക്കുന്നില്ലല്ലോ, കുളിച്ചിട്ട് കാണിക്ക്. നോ, കുളിസീനൊന്നും കാണിക്കാൻ പറ്റില്ല ഇവിടെ, ആരുടെയും കാണിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വെറുതെ വേണ്ട. അപ്പൊ ഞാനിപ്പോ പോയിട്ട് അസൈൻമെന്റ് എഴുതി അവള് വന്ന് കഴിഞ്ഞ് ഞാൻ കുളിച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് കോളേജിൽ പോകുന്നത്. ഓക്കേ.
ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഇവിടെ ഒരുത്തി ഒരുങ്ങി നിങ്ങൾ കണ്ടതുപോലെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരുടെ ചപ്പാത്തി നല്ല ടേസ്റ്റ് ആക്ച്വലി. ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ട്, എണ്ണയാണോ എണ്ണയാണെന്ന് തോന്നുന്നത്, എണ്ണയൊക്കെ ഇട്ടിട്ട് ടേസ്റ്റാണ്. അപ്പം ഞാനിപ്പോൾ പോയപ്പോൾ എണ്ണ ഇടണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഗ്രീൻ പീസ് കറിയും. അപ്പോൾ നമ്മളത് കഴിക്കുന്നു, അതിനുശേഷം കുളിക്കുന്നു, അതിനുശേഷം റെഡി ആവുന്നു, നമ്മൾ കോളേജിൽ പോകുന്നു. സലാം റോക്കി ബായ്. ഓക്കെ. അപ്പോൾ നമ്മൾ കുളിച്ച്, ഞാൻ തല കുളിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് തല കുളിക്കണമെങ്കിൽ കുറേ സമയം, 1 മണിക്കൂറോളം കുളിക്കാൻ സമയം എടുക്കും. അതുകൊണ്ട് രാവിലെ തല കുളിച്ച് പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് വൈകുന്നേരം വന്നിട്ട് ഞാൻ തല കുളിക്കുന്നത്. ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? ഇത് കണ്ടോ, ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് നടക്കുന്നതായി. ഇതാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഡേ, എൻ്റെ LLMന്റെ ഫസ്റ്റ് ഡേ ഞാൻ ഈ ഡ്രസ്സായിരുന്നു ഇട്ടെ. നല്ല രസമല്ലേ? എനിക്ക് ഇഷ്ടമായി ഈ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? Come on, tell me in the comments. നല്ലതെന്ന് പറയണം കേട്ടല്ലോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഈ ഡ്രസ്സ് ഞാൻ സംഗീത് സിൽക്സ് എന്ന് പറയുന്ന കാലിക്കറ്റിലുള്ള ഒരു കടയിൽ നിന്നാണ് മേടിച്ചത്. ആ സമയത്ത് ഇതാണ് ആലിയക്കട്ട് എന്ന് പറയുന്നത്. ആലിയക്കട്ടിൻ്റെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുപോലെ. അപ്പം ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ മേടിച്ചതാണ്. പക്ഷെ നല്ല രസം. എനിക്ക് ഇതിൻ്റെ അടിയിൽ ഞാൻ പക്ഷെ ഒരു ബ്ലാക്ക് ഇതുണ്ടോ, ഇതിൻ്റെ അടിയിൽ ബ്ലാക്ക് ആയിട്ടേക്കുന്നത്. കാരണം കാണത്തില്ല, ഇത് ഫുൾ ലെങ്ത് ആണേ. അപ്പോൾ വൈറ്റ് ഇട്ട് വെറുതെ ചെളിയാക്കേണ്ടത് ഓർത്ത്. ഇത് ഫുൾ ലെങ്ത് ആയാലും കാലൊന്നും കാണത്തില്ല, നൈറ്റ് പോലെ ഇരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും റെഡി ആയിട്ട് കോളേജിലേക്ക് പോട്ടെ. കോളേജിൽ നിന്നൊരു CIA സബ്മിഷൻ ഓക്കെ ഉണ്ട്. ഞാൻ എന്നിട്ടാണ് ഇങ്ങനെ തുള്ളി ഇവിടെ നിൽക്കുന്നത്. അപ്പം ഓക്കെ, റെഡി ആവട്ടെ. അപ്പം നമ്മൾ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരോട് മിഡിൽ പാർട്ടീഷൻ എടുക്കാൻ നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മിഡിൽ പാർട്ടീഷൻ നിർത്തി സൈഡിലേക്കാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ താലിമല ഇടാൻ മറക്കരുത് കേട്ടല്ലോ. താലിമല ഇടാൻ മറന്നു കഴിഞ്ഞാൽ അത് ഒരാളെ കൊല്ലുന്നതിനനുസരിച്ച് അത്രയും കഠിന പ്രയത്നമായ ശിക്ഷ വരെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ID കാർഡ് ഒരിക്കലും മറക്കരുത്. പിന്നെ ബാഗ് എടുത്തോ, ചെക്ക്. വെള്ളം എടുത്തു, ചെക്ക്. അയ്യോ പൊട്ടിയാ. ഇല്ല. അപ്പത്തേക്ക് ഇതെടുത്തു. എന്തോ ഒരു അപാകത ഉണ്ടല്ലോ. ഓക്കെ, ഇല്ല. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നാക്ക് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ചാണ് എടുക്കുന്നത്. ഓറഞ്ച് എടുത്തിടുക, വെള്ളം എടുത്തിടുക. അപ്പം ഞാൻ പോവാണ് കോളേജിലേക്ക്. ഇനി നമുക്ക് കോളേജിൽ നിന്ന് കാണാം. പാട്ടൊക്കെ കേട്ട് വേണം പോവാൻ. ഇങ്ങനെ ചില സമയത്ത് ഞാൻ അണ്ണ ഉസറ കേട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ട, അല്ലെങ്കിൽ മറ്റേ വെറുതെ സീൻ മോനെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് ഇത് കൂടെ ഇങ്ങനെ മാർച്ച് ചെയ്ത് പോകും കോളേജിലേക്ക്. അപ്പൊ ഞാൻ പോട്ടെ, ബൈ. കോളേജിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ലഞ്ചായിട്ട് കഴിക്കുന്നത് ചോറും ദാലും. പിന്നെ ഈ ചിക്കൻ എന്ന് പറയുന്നത് ബോയിൽ ചെയ്ത ചിക്കൻ കേട്ടോ. അപ്പം മറ്റേ ഇതൊന്നുമില്ല, എണ്ണയൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെയാണ് നമ്മുടെ ലഞ്ച് നടന്നിരിക്കുന്നത്. കോളേജിലാണെങ്കിൽ ഞാൻ ഉറങ്ങി ചത്തു. എന്നിട്ട് പിന്നെ നേരെ ഞാൻ ലഞ്ച് ബ്രേക്ക് അടിച്ച ഉടനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നു. അതെ, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എല്ലാം കൂടെ ഭ്രാന്തായിരുന്നു. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ. കോളേജിന് ബ്രേക്കിന് വരുമ്പോൾ ഒരു 5 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ കിടന്നുറങ്ങും. കാരണം നല്ല സുഖമാണ് അപ്പോൾ ഉറങ്ങാൻ. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി എണീറ്റിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ അലക്കാനിട്ട തുണി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെറസിൽ പോയതായിരുന്നു. അങ്ങനെ അലക്കാനിട്ട തുണി എടുത്ത് കുറച്ച് നേരം, അതെൻ്റെ തുണിയല്ലായിരുന്നു കേട്ടോ, അവിടെ കിടക്കുന്ന അണ്ടർവെയർ എൻ്റെ അല്ല. എൻ്റെ ആണെങ്കിൽ തുണി ഞാൻ അലക്കിയിട്ടിട്ട് 2 ദിവസമായി. എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്നല്ലേ, ഇപ്പോൾ ഫുൾ നനഞ്ഞു. ഇതൊരുമാതിരി ഇതിപ്പോൾ ഉണങ്ങി കേട്ടോ. എനിക്ക് അലക്കല്ല് കാണുന്ന സമയത്ത് എനിക്ക് തോന്നും മറ്റേ ഇതില്ലേ, സായിപ്പേ ഡോണ്ട് വെറി സായിപ്പ്, ആ സാരം പിന്നെ സവാള ഗേ, അതൊക്കെയാണ് എനിക്ക് തോന്നാറുള്ളത്.
എന്തിനാ ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല. ഞാനാണെങ്കിൽ ഇവിടെ തുണി കോളേജിൽ പോകണം. അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞ് കോളേജുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എനിക്കിനി വൈകുന്നേരം മഴ പെയ്യുമെന്ന് പേടിയാണ്. അപ്പം ഞാൻ അതിന് മുമ്പേ ഇവിടെ വന്നിട്ട് തുണി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അലക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ. അപ്പം നമുക്ക് കോളേജിൽ പോവാം. ഓക്കെ, I came to okay. അങ്ങനെ നമ്മൾ കോളേജ് കഴിഞ്ഞ് ഫൈനലി വന്നിരിക്കുന്നു. ഒരാൾ ഹോംലെസ് ആയിട്ടിരിക്കുന്നുണ്ട്. ഞാനിനി ഹോംലെസ് ആയിട്ടുള്ള വേഷത്തിലേക്ക് മാറുന്നതാണ്. പക്ഷെ എനിക്കാണെങ്കിൽ ഇനി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് ഡ്രസ്സ് മാറി, ഇനി അത് അറ്റൻഡ് ചെയ്ത് പിന്നെ എനിക്ക് ഡ്രസ്സ് മാറി ഞാനൊന്ന് പുറത്തേക്ക് പോകാം. കാരണം എൻ്റെ ഫ്രണ്ട്സ് പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, തെണ്ടുകൾ. അപ്പോൾ അവരത് കാണാൻ പോകണം. അപ്പം ഞാനൊന്ന് ഇതാവട്ടെ, ഒന്ന് സമാധാനപരമായിട്ടൊന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്നിരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഈ അടുത്തായിട്ട് ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാലോ, നിങ്ങളിപ്പോൾ ഞാൻ സംസാരിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പൊതുവേ ഇവിടെ ബാംഗ്ലൂരൊക്കെയാണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ലാംഗ്വേജ് ഒക്കെ അറിയാം എനിക്ക്, കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജും. ആൾക്കാരോട് ഇപ്പോൾ നമ്മൾ ഈ കോളേജിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ലാംഗ്വേജ് ആർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ ഉണ്ട്. പക്ഷേ ഒരു ആസ് എൻ അഡ്വക്കേറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഫഷണൽ ലാംഗ്വേജ് ഭയങ്കര അത്യാവശ്യമാണ്. നമ്മളിപ്പം കോർട്ടിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ചറപറ ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി പ്രൊഫഷണൽ ലാംഗ്വേജ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓടിപ്പോയിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി കോളേജിലും ക്ലാസ്സിലൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ആവേശം പതിയെ കുറയുമെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചൂസ് ചെയ്ത ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. സത്യം പറയാലോ, ലൈക്ക് ആക്ച്വലി അടിപൊളിയാണ് കാര്യം. ആൻഡ് എൻ്റെ ട്രെയിനർ ഭയങ്കര ഫ്രണ്ട്ലി, ഗസല്ല എന്നാണ് എൻ്റെ ട്രെയിനറിൻ്റെ പേര്. ഞങ്ങളൊരേ നാട്ടുകാരൊക്കെയാണ്. ആൻഡ് അങ്ങനെയൊക്കെ കൂടി വൈബ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ട്രെയിനറാണ്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് അപ്പം തന്നെ ചോദിക്കാം. പൊട്ടത്തരാണെങ്കിലും പൊട്ടത്തെറ്റിലേക്ക് അത്രയും മണ്ടത്തരാണെങ്കിലും പ്രശ്നമില്ല. ഇതിപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ സ്പീക്ക് ഇംഗ്ലീഷ് കോഴ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം റിസർച്ചൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇവരെ ചൂസ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റിവ്യൂസൊക്കെ നോക്കി അടിപൊളിയാണോ എന്നൊക്കെ നോക്കിയായിരുന്നു ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്. കാഷ്വലി യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ. സോ ദി ഫസ്റ്റ് വൺ ഈസ് കട്ട് ത്രോട്ട്. ഓക്കെ. വെരി കോമ്പറ്റീറ്റീവ് എന്നുള്ളതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് കട്ട് ത്രോട്ട്. ഓക്കെ, കട്ട് ത്രോട്ട്. ഓക്കെ. ഇനി ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഐ എം വെരി കൺഫ്യൂസ്ഡ് എന്ന് പറയാം. നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ ഐ എം വെരി കൺഫ്യൂസ്ഡ്. അങ്ങനെയുള്ള സമയത്ത് പെർപ്ലെക്സ്ഡ്. ഞാൻ വലിയ സംഭവമായിട്ട് ഇംഗ്ലീഷൊക്കെ അറിയാം, എനിക്ക് ജസ്റ്റ് കുറച്ചുകൂടെ ഇംഗ്ലീഷ് മതി എന്ന് പറഞ്ഞിട്ടാണ് കയറിയതെങ്കിലും എന്നെ ഇവാലുവേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരുടെ ലൈക്ക് പ്രൊഫഷണലിസവും ആൻഡ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവർ. ഇപ്പോൾ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് ട്യൂട്ടർ ഉണ്ടെങ്കിൽ തന്നെ പകുതി മുക്കാൽ ലൈക്ക് നമ്മൾ നല്ല ചില്ലാവും. കാരണം നമുക്കൊരു ക്ലാസ് ജോയിൻ ചെയ്യണമല്ലോ എന്നുള്ള രീതിയിലല്ലാണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ് ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അതുമാത്രമല്ല, നമുക്ക് എന്ത് രീതിയിലുള്ള ക്ലാസ്സസ് ആണോ വേണ്ടത് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ആവശ്യം ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ചുകൂടെ അടിപൊളിയായിട്ട് സംസാരിക്കാനാണ്, കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള എനിക്ക് കുറച്ചുകൂടി സെറ്റാണ്, കാരണം ബാംഗ്ലൂരൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ മോഡ്യൂൾസൊക്കെ റെഡിയാക്കുന്നതും. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അസസ് ചെയ്തതിന് ശേഷം എനിക്ക് സജസ്റ്റ് ചെയ്തത് എലീറ്റ് എന്ന് പറയുന്ന ക്ലാസ്സാണ്. ഇപ്പോൾ ഇവിടെ 3 ലെവൽസ് ഉണ്ട്. ഒന്ന് ബിഗിനർ, അഡ്വാൻസ്ഡ്, എലീറ്റ്. കമോൺ ഗൈസ്, എനിക്ക് എലീറ്റാണ് കിട്ടിയത്. അപ്പോൾ ഓരോരുത്തരുടെ ലെവലിനനുസരിച്ചാണ് ക്ലാസ്സസ് എല്ലാം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ടൈമിംഗ് ആണെങ്കിലും നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ടൈമിൽ എടുക്കാൻ പറയാം. എല്ലാ രീതിയിലും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ഇവർ ക്ലാസ് എടുത്ത് തരും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പിന്നെയും ഡ്രസ്സ് മാറിയിട്ട് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോകും. അപ്പോൾ പഴംപൊരി വേണമെന്ന് പറഞ്ഞു. പഴംപൊരി മേടിച്ചിട്ടാണ് പോകുന്നത്. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടോ. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടോയിൽ കയറി എസ് ജി കോളേജിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇങ്ങനെയൊക്കെയാണ്, കുണ്ടും കുടിയും കത്തിക്കുത്തും അങ്ങനെ അവസ്ഥയാണ്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. ഞാനിപ്പോൾ വരാനൊരു ക്ലാസ്സിൽ കടന്നേ ഇറങ്ങി ഈ ഡ്രസ്സ് തന്നെ എടുത്തിട്ടു. കാരണം ഇപ്പം എന്തായാലും ഈ ഡ്രസ്സിൽ നിന്ന് എത്തും, ഞാൻ ഈ ഡ്രസ്സിന് എടുത്തത്. അപ്പോൾ ഗൈസ് ചുമ്മാ എടുത്തതാ.
നമ്മൾ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് പീജിലേക്ക് പോവാണ്. അവന്മാരെ കണ്ട് ഞങ്ങൾ ചുമ്മാ ഒരു ഡ്രൈവൊക്കെ പോയി. നല്ല രസമായിരുന്നു. എനിക്കിങ്ങനെ ഡ്രൈവ് പോകാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ആരെങ്കിലും ഒരു സന്തോഷമാക്കാണ്ട് ഡ്രൈവിന് കൊണ്ടുപോയാൽ മതി. ഓക്കെ, ഇന്നത്തെ ഡേ തീരുവാണ്. കാരണം ഞാൻ എന്താ പോയി ചിക്കൻ മേടിച്ചു, ഓറഞ്ച് മേടിച്ചു, എല്ലാം കൊണ്ട് വന്നിട്ടുണ്ട്. അതിന് ഫുഡ് കഴിക്കണം. ഡിന്നർ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ ഫ്ലാറ്റ് ആവും. ബിക്കോസ് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്നെന്താ ഓട്ടമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. രാവിലെ ജിമ്മിലും പോയായിരുന്നു, അതുകൊണ്ട് തളർച്ചയാണ്. ഞാൻ കടന്നുറങ്ങി. നാളെ രാവിലെ പിന്നെ എണീറ്റിട്ട് അടുത്ത് റെഡി ആയിട്ട് പോകണല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു ഹെൽത്തി ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ഞാൻ ഒരു ചീറ്റ് മീലും എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല ഗൈസ്. കറക്റ്റായിട്ട് ഞാൻ എല്ലാം ഫോളോ ചെയ്ത് ഞാൻ ഒരു പ്രലോഭനത്തിലും പെട്ടില്ല. അപ്പം എന്നെ കുറേ ശ്രമിച്ചിട്ട് തെണ്ടി ഫ്രണ്ട്സ് പ്രലോഭനത്തിൽ ഏർപ്പെടുത്തിക്കാൻ കുറേ ഫുഡൊക്കെ കാണിച്ചിട്ട്, പക്ഷെ ഞാൻ ഒന്നും വീണില്ല. ഞാൻ ഇന്ന് നിന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗായിട്ട് ഞാൻ പിന്നെ വന്നെയായിരിക്കും. അപ്പം ബൈ, ടാറ്റ, ബൈ. അല്ല, ഓൾസോ ഞാൻ പറയാൻ മറന്നേ, ഞാനും ഫ്രണ്ടും കൂടെ ഇപ്പം എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങിയേക്കായിരുന്നല്ലോ. ചിക്കൻ മേടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കാണെങ്കിൽ കാലിന് മേലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനയാണ് ശരീരം മൊത്തം. ചത്ത് കിടക്കുവാണെങ്കിലും വായി നോക്കാൻ ഇറങ്ങണം. അതാണ് മെയിൻ. ചിക്കൻ മേടിക്കാന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന വെറും ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ, എന്താണ് എക്സ്ക്യൂസ് മാത്രമാണ്. നമ്മൾ മെയിനായിട്ടും ഇവിടെ നല്ല രസമാണ്. ഇപ്പം എല്ലാവരെയും വായി നോക്കി നടക്കുക, ഒന്നുമില്ല, വായി നോക്കാൻ നടക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കുന്ന പറയുന്ന പോലെ തന്നെ ചത്ത് കിടന്നാലും നമ്മൾ വായി നോട്ട് നമ്മുടെ വീക്ക്നെസ് ആണ് ഗായ്സ്. അപ്പം എന്തായാലും ബൈ, ടാറ്റ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടാറ്റ, ബൈ.